വിശാലിന്റെ മദഗജരാജ് എന്ന സിനിമ 45 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മുന്നേറുകയാണ്. ജയൻ രവിയുടെ ഫാന്റസി അഡ്വഞ്ചർ ചിത്രമായ ജീനി എന്ന സിനിമ മാർച്ച് 28-ന് തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിശാലിന്റെ ആമ്പള സിനിമ റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. വീക്കെൻഡ് യൂണിവേഴ്സിലുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്കും റിലീസും കൺഫേം ആയിട്ടുണ്ട്. മെയ് റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മിന്നൽ മുരളിയാണ്. ഗൗതം മേനോൻ അടുത്തതായിട്ട് ഡയറക്റ്റ് ചെയ്യാനിരിക്കുന്ന സിനിമ വെട്രിമാറിൻ്റെ സ്ക്രിപ്റ്റിൽ ജയൻ രവിയാണ് ഈ ഒരു സിനിമയിൽ നായകനാവുന്നത്. ജയൻ രവി പേര് മാറ്റിയിട്ടുണ്ട്, ഇപ്പോൾ രവി മോഹൻ എന്നാണ് പേര്. അപ്പോൾ GVMൻ്റെ അടുത്ത പടത്തിൽ രവി മോഹനാണ് നായകൻ. ദുൽഖർ സൽമാൻ നഹാസ് ചിത്രം അതായത് DQ40 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഫെബ്രുവരി 5-ന് ആരംഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ കാര്യവട്ടത്താണ് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിക്കുന്നത്. 30 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ആദ്യ ഷെഡ്യൂളിൽ പ്ലാൻ ചെയ്യുന്നത്. പ്രിയങ്ക മോഹനും ആന്റണി വർഗീസും SJ സൂര്യയുമാണ് സിനിമയിൽ കൺഫേം ആയ കാസ്റ്റിംഗ്. രേഖാചിത്രം സിനിമ ഇതുവരെ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും 46 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. അധികം വൈകാതെ സിനിമ 50 കോടി ക്ലബിലും ഇടം നേടും. അങ്ങനെയെങ്കിൽ കിഷ്കിന്ധാകാന്ഡം സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയുടെ അടുത്തൊരു 50 കോടി ചിത്രമായിട്ട് മാറുകയാണ് രേഖാചിത്രം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.